Hi friends, KSCB Sub-Engineer കോഴ്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് പവർ ജനറേഷൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതുമായിട്ട് ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ഡെപ്തിലേക്ക് പറയാനുണ്ട്. നമ്മൾ എല്ലാത്തിൻ്റെയും ഒരു ബേസിക് കൺസെപ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും കുറച്ചും കൂടെ ഡെപ്തിലേക്ക് പോവുക. ഫസ്റ്റ് ഇനീഷ്യലി നല്ലൊരു പക്ക ബേസ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സോ we are going to talk about the next topic. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൈൻ ഇൻസുലേറ്റേഴ്സ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ലൈൻ ഇൻസുലേറ്റേഴ്സ് ആക്ച്വലി ക്ലാസ്സുകൾ ഒരു ഓർഡറിൽ കൃത്യമായ സിലബസിലുള്ള ഓർഡറിലല്ല പോവുക, റാൻഡംലി പിക്കപ്പ് ടോപ്പിക്സ് ആയിരിക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഇത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം എടുക്കുന്ന ക്ലാസ്സാണ്. സോ റാൻഡംലി പിക്കിംഗ് പോയിന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ റാൻഡംലി പിക്ഡ് ടോപ്പിക്സ് ആയിരിക്കും നമ്മുടെ വീഡിയോസിൽ പോവുക, ഒരു ഓർഡറിലായിരിക്കില്ല പോവുക. ബട്ട് യു വിൽ കവർ ഓൾ ദ സിലബസ് ബിഫോർ ദ എക്സാം. 6 മാസം സമയം എന്തായാലും നമ്മുടെ മുമ്പിലുണ്ട്. സോ വിൽ ടോക്ക് അബൌട്ട് ലൈൻ ഇൻസുലേറ്റേഴ്സ്. ലൈൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിൽ വളരെയധികം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിൽ നിങ്ങൾ വളരെയധികം കണ്ടിട്ടുള്ള പല ടൈപ്പ് സാധനമാണ്. പല ടൈപ്പിലുള്ള ലൈൻ ഇൻസുലേറ്റേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ഏകദേശം എന്താണ് സാധനം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആസ് പെർ ഡെഫിനിഷൻ ലൈൻ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് കണ്ടക്ടറിനെ, ഒരു ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈനിൽ നമുക്ക് 2 ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ 2 ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഓവർ ഹെഡ് ട്രാൻസ്മിഷനും അണ്ടർഗ്രൗണ്ട് ട്രാൻസ്മിഷൻ ലൈൻ ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ ഈ ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈനിലുള്ള ഒരു പ്രധാനപ്പെട്ട എലമെൻ്റ് ആണ് ലൈൻ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ടു ഹോൾഡ് ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈവ് കണ്ടക്ടേഴ്സ്. ലൈവ് കണ്ടക്ടേഴ്സിനെ ഹോൾഡ് ചെയ്യാനുള്ള എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ലൈൻ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് അത് ഹോൾഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈനിലെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു എലമെൻ്റ് ആണ് ട്രാൻസ്മിഷൻ പോൾ. ഈ ട്രാൻസ്മിഷൻ പോളിൻ്റെ മുകളിൽ ക്രോസ് ആമിലാണ് നമ്മൾ കണ്ടക്ടേഴ്സിനെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രോസ് ആമിനുള്ള കണ്ടക്ടർ വെക്കുന്ന സമയത്ത് പോൾ വഴിയുള്ള ലീക്കേജ് കറണ്ടിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ്റെ രണ്ടാമത്തെ പർപ്പസ്. സോ ഫസ്റ്റ് ലൈവ് കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യണം. അത് എന്തിനെ ഹോൾഡ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ടു റെഡ്യൂസ് ഓർ ടു എലിമിനേറ്റ് ലീക്കേജ് കറണ്ട്. ടു റെഡ്യൂസ് എന്നതിനേക്കാളും ടു എലിമിനേറ്റ് ലീക്കേജ് കറണ്ട്, അതാണ് അൾട്ടിമേറ്റ് എയിം. ലീക്കേജ് കറണ്ട് ഒന്നും ഇല്ലാതെ ട്രാൻസ്മിഷൻ ലൈവ് കണ്ടക്ടേഴ്സിനെ ഹോൾഡ് ചെയ്യുക എന്ന പർപ്പസാണ് ലൈൻ ഇൻസുലേറ്റർ ഒരു ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ലൈൻ ഇൻസുലേറ്റർ എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റ് ലീക്കേജ് കറണ്ടിനെ പ്രിവെൻറ്റ് ചെയ്യണം. സോ അത്തരത്തിലുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കണം ആ ഒരു ലൈൻ ഇൻസുലേറ്റർ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യേണ്ടത്. അതേപോലെ ഈ 2 പർപ്പസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആ ലൈൻ ഇൻസുലേറ്ററിന് കമ്പൽസറി ആണ്. സോ ഇവിടെ നമുക്ക് ഈ ലൈൻ ഇൻസുലേറ്ററിൻ്റെ ഈ ഒരു പർപ്പസ് എടുക്കണമെന്നുണ്ടെങ്കിൽ, ലീക്കേജ് കറണ്ടിനെ എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഷുഡ് ബി ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. അതൊരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നോർമലി ലൈൻ ഇൻസുലേറ്റർ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് പോർസലൈൻ ക്ലേ ആണ്. പോർസലൈൻ ക്ലേ വെച്ചിട്ടാണ് ലൈൻ ഇൻസുലേറ്റർ മാനുഫാക്ചർ ചെയ്യുന്നത്. സോ ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ പ്രിപ്പയറിംഗ് ഓർ ഫോർ മാനുഫാക്ചറിംഗ് ലൈൻ ഇൻസുലേറ്റേഴ്സ് ആർ പോർസലൈൻ ക്ലേ. ഇതല്ലാതെ നമുക്ക് പല 2 മെറ്റീരിയൽ കൂടെ അഡീഷണൽ ആയിട്ട് പറയാൻ പറ്റും. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലൈൻ ഇൻസുലേറ്റേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പോർസലൈൻ ക്ലേ. ബട്ട് ഇതല്ലാതെ നമുക്ക് ഗ്ലാസ് കൊണ്ടും സ്റ്റെലൈറ്റ് കൊണ്ടും ഇൻസുലേറ്റേഴ്സിനെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. പോർസലൈൻ ക്ലേ, ഗ്ലാസ്, സ്റ്റെലൈറ്റ്, ഈ 3 സബ്സ്റ്റൻസുകളാണ് ഇൻസുലേറ്റേഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. സോ ബാക്ക് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലൈൻ ഇൻസുലേറ്ററിന് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്നാമത്തത് നമ്മൾ ആ ഡെഫിനിഷനിൽ തന്നെ എടുക്കുക, അല്ലെങ്കിൽ ലൈൻ ഇൻസുലേറ്ററിന്റെ ഫംഗ്ഷനിൽ നിന്ന് തന്നെ എടുക്കുക. ഒന്ന്, ടു ഹോൾഡ് ദ ലൈവ് കണ്ടക്ടർ എന്നാണ് പറഞ്ഞത്. ലൈവ് കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യണം. സോ ലൈവ് കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഈ ഒരു ലൈൻ ഇൻസുലേറ്ററിന് കമ്പൽസറി ആണ്. സോ ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. രണ്ടാമത്തത് ലീക്കേജ് കറണ്ടിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലൈൻ ഇൻസുലേറ്ററിന്റെ നെക്സ്റ്റ് പർപ്പസ് അല്ലെങ്കിൽ നെക്സ്റ്റ് എയിം. ലീക്കേജ് കറണ്ടിനെ എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് എ ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം, അതേപോലെ തന്നെ ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വേണം. കണ്ടക്ടറിൻ്റെ ലോഡിനെയും വിൻഡ് ലോഡിനെയും ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം.
അതേപോലെ ലീക്കേജ് കറണ്ടിനെ പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. മൂന്നാമത് വേണ്ട ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത്തും ഇലക്ട്രിക്കൽ ക്യാരക്ടറിക്സും മെക്കാനിക്കൽ ക്യാരക്ടറിക്സും പറഞ്ഞു. ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ പെർമിറ്റിവിറ്റിയായി ബന്ധപ്പെട്ട ടേം ഹൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഹൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസുലേറ്ററിന് ഒരു ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഒരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസുലേറ്ററിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കപ്പാസിറ്റിയാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഇത് നമ്മൾ കൂടുതൽ മാഗ്നറ്റിസത്തിൽ ഡിസ്കസ് ചെയ്യും. സോ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കപ്പാസിറ്റി ഓഫ് എൻ ഇൻസുലേറ്റർ, ഹൗ ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ്, എത്രത്തോളം അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് കോൾഡ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കൂടിയാൽ മാത്രമേ ഈ ഒരു പോർസലൈനോട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഈ ഒരു ലൈൻ ഇൻസുലേറ്ററിന് കപ്പാസിറ്റി മിന്നലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓവർലോഡോ വന്നു കഴിഞ്ഞാൽ അത് ക്രാക്കായി പോകാതിരിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കൂടാൻ വേണ്ടിയിട്ട് ഇതിന് നല്ല റിലേറ്റീവ് പെർമിറ്റിവിറ്റി വേണം. സോ പോർസലൈൻ ക്ലേ ഈസ് സ്യൂട്ടബിൾ ഫോർ ലൈൻ ഇൻസുലേറ്റേഴ്സ്. അടുത്ത് ഇതിനായിട്ട് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ഇത് നോൺ പോറസ് ആയിരിക്കണം, ഇമ്പ്യൂരിറ്റിയിൽ നിന്നും ഫ്രീ ആയിരിക്കണം, അതേപോലെ തന്നെ ക്രാക്കിൽ നിന്നും ഫ്രീ ആയിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ നോൺ പോറസ്, ഇമ്പ്യൂരിറ്റി, ക്രാക്ക്, ഇത്രയും കാര്യത്തിൽ നിന്ന് ഇത് വിട്ടു നിൽക്കണം. ഇറ്റ്സ് ഫ്രീ ഫ്രം നോൺ പോറസ്, ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ക്രാക്ക്. ഇറ്റ് ഷുഡ് ബി നോൺ പോറസ്, ഇറ്റ്സ് ഫ്രീ ഫ്രം ഇമ്പ്യൂരിറ്റി, ഇറ്റ്സ് ഫ്രീ ഫ്രം ക്രാക്സ്. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെർമിറ്റിവിറ്റി കുറയും. പെർമിറ്റിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കുറയും. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ പോർസലൈനെ ക്യാരിങ് കപ്പാസിറ്റി കുറയും, അല്ലെങ്കിൽ പോർസലൈനിൻ്റെ സ്ട്രെങ്ത് കുറയും, അത് ബ്രേക്ക് ആവുക അല്ലെങ്കിൽ ക്രാക്ക് ആവുക ചെയ്യും. സോ ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ലൈൻ ഇൻസുലേറ്ററിന് വേണ്ട പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഷുഡ് ഹാവ് എ ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, ഹൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, നോൺ പോറസ്, ഫ്രീ ഫ്രം ഇമ്പ്യൂരിറ്റി ആൻഡ് ക്രാക്ക്. സോ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ലൈൻ ഇൻസുലേറ്റർ ആണ് നമ്മുടെ ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈനിൽ എഫിഷ്യൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈൻ ഇൻസുലേറ്ററിൽ ചില സമയത്ത് നമ്മുടെ മോസ്റ്റ് പ്രോബബ്ലി മൺസൂൺ സീസണിൽ അതേപോലെ തന്നെ സമ്മർ സീസണിലൊക്കെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ KCBയിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇൻസുലേറ്റേഴ്സ് നമ്മൾ സബ് എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യാൻ പോകുന്നൊരു കേസ് ഇതായിരിക്കും. സബ് എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യാൻ പോകുന്ന കേസ് തന്നെയായിരിക്കും ഇൻസുലേറ്റർ ഫെയിലിയർ. സോ ഇൻസുലേഷൻ ക്രാക്ക് ആവാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് ആണ് ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏതെങ്കിലും ഒന്ന് മിസ്സാവുക എന്ന് പറയും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻസുലേറ്റർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള പല ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, പല ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന പല ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഓരോ ഇൻസുലേറ്ററിൻ്റെ പേരും ആ ഇൻസുലേറ്ററിൻ്റെ ആപ്ലിക്കേഷനും പലതവണ PSC പല ഇൻസുലേറ്റേഴ്സും ചോദിച്ചതാണ്. മെറ്റീരിയൽ ചോദിച്ചതാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചതാണ്, പല ഇൻസുലേറ്റേഴ്സിൻ്റെ പർപ്പസും ചോദിച്ചതാണ്. സോ ഓരോ ഇൻസുലേറ്ററിൻ്റെ പേരും അതിൻ്റെ ഫംഗ്ഷനും നോക്കാം. ഫസ്റ്റ് വൺ പിൻ ഇൻസുലേറ്റർ. ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇൻസുലേറ്ററാണ് പിൻ ഇൻസുലേറ്റർ. പിൻ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് റണ്ണിങ് കണ്ടക്ടറിലെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന റണ്ണിങ് കണ്ടക്ടറിനെ പോളിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസുലേറ്റേഴ്സ് ആണ് പിൻ ഇൻസുലേറ്റേഴ്സ്. ഈ പിൻ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊരു ഷേപ്പിലുള്ള ഇൻസുലേറ്ററാണ് പിൻ ഇൻസുലേറ്റർ. ഈ പിൻ ഇൻസുലേറ്ററിൻ്റെ മോൾ ഭാഗത്ത് ഒരു ഗ്രൂവ് ഉണ്ടാവും. ഈ ഗ്രൂവിലൂടെ ആയിരിക്കും നമ്മളുടെ ലൈവ് കണ്ടക്ടർ പാസ് ചെയ്യുന്നത്. ഈ പിന്നിന് നമ്മൾ ക്രോസ് ആമിൻ്റെ മുകളിൽ ബോൾട്ട് ചെയ്ത് വെക്കും. ദിസ് ഇസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് പിൻ ഇൻസുലേറ്റർ. നമുക്ക് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊന്നും വേണ്ട. പിൻ ഇൻസുലേറ്റർ എന്ന് പറയാൻ കാരണം ഇതിനകത്തുള്ള ക്രോസ് ആമിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുന്ന ഈ പിന്നിൻ്റെ പ്രസൻസ് ആണ്. സോ പിൻ ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഹോൾഡ് ദ ലൈവ് കണ്ടക്ടേഴ്സ് ഓൺ സ്ട്രെയിറ്റ് റണ്ണിങ് പോൾ. സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യാനുള്ള ഇൻസുലേറ്ററാണ് പിൻ ഇൻസുലേറ്റർ. ഈ പിൻ ഇൻസുലേറ്റർ 3 ടൈപ്പിലാണ് പിൻ ഇൻസുലേറ്റർ വരുന്നത്. ഒന്ന് സിംഗിൾ ഷെഡ്, രണ്ടാമത്തത് ഡബിൾ ഷെഡ്, മൂന്നാമത്തത് ട്രിപ്പിൾ ഷെഡ്. സിംഗിൾ ഷെഡ്, ഡബിൾ ഷെഡ്, ട്രിപ്പിൾ ഷെഡ്. അപ്പോൾ സിംഗിൾ ഷെഡ്, ഡബിൾ ഷെഡ്, ട്രിപ്പിൾ ഷെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഷെഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂവും ഈ ഒരു കൊട പോലെയുള്ള ഒരു സ്ട്രക്ചറും മാത്രമേ ഉണ്ടാവുള്ളൂ. ഡബിൾ ഷെഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു കൊടയും കൂടെ വരും. ട്രിപ്പിൾ ഷെഡ് എന്ന് പറഞ്ഞാൽ 3 ഫോൾഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അംബ്രല്ല ഷേപ്പിൽ വരും. ഇതാണ് സിംഗിൾ ഷെഡ്, ഡബിൾ ഷെഡ്, ട്രിപ്പിൾ ഷെഡ്. അപ്പോൾ ഈ 3 ഷെഡിലുള്ള പിൻ ഇൻസുലേറ്റേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നത്, സിംഗിൾ ഷെഡ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ലോ
ആൻഡ് മീഡിയം വോൾട്ടേജ് ആപ്ലിക്കേഷൻസിലും ഡബിൾ ഷെഡ് യൂസ് ചെയ്യുന്നത് എബോവ് 3 kV 3 kVക്ക് മുകളിൽ ആണ് ഡബിൾ ഷെഡ് യൂസ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജിലാണ് ട്രിപ്പിൾ ഷെഡ് യൂസ് ചെയ്യുന്നത്. സോ വോൾട്ടേജ് ലെവൽ അനുസരിച്ചാണ് ഈ പ്രിന്റ് ഇൻസുലേറ്റേഴ്സ് 3 ടൈപ്പ്, സിംഗിൾ ഷെഡ്, ഡബിൾ ഷെഡ്, ട്രിപ്പിൾ ഷെഡ്. അതേപോലെ തന്നെ റെയിൻ വാട്ടറിൻ്റെ എന്താ പറയുക, ഇതിനുള്ളിലേക്ക് മോയ്സ്ചർ കണ്ടന്റ് നമ്മളുടെ പിൻ ഇൻസുലേറ്ററിനെ അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട് തന്നെയാണ്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിൽ, ഒരു അംബ്രല്ല ഷേപ്പിൽ പിൻ ഇൻസുലേറ്റർ ഡിസൈൻ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പിൻ ഇൻസുലേറ്റർ. രണ്ടാമതൊരു ടൈപ്പ് ഇൻസുലേറ്റർ ആണ് ഷാക്കിൾ ഇൻസുലേറ്റർ. ഷാക്കിൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ എവിടെയെങ്കിലും ടെർമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ എവിടെയെങ്കിലും ഒരു കോർണറാണ്, 90 ഡിഗ്രി കോർണറാണ്. ട്രാൻസ്മിഷൻ ലൈൻ ഇങ്ങനെ വന്നു കണ്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയാണ്, ഇവിടെ നിന്ന് ലൈൻ ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 90 ഡിഗ്രി കോർണറാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ഡെഡ് എൻഡ് ആണ്. ഈ ഡെഡ് എൻഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ 90 ഡിഗ്രി കോർണർ വരുന്ന സിറ്റുവേഷനിൽ ലോ വോൾട്ടേജിൽ ഈ കണ്ടക്ടേഴ്സിനെ ഡെഡ് ചെയ്യാനോ അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ കോർണർ ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റേഴ്സിനെയാണ് ഷാക്കിൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഇത് ലോ വോൾട്ടേജ് അല്ലെങ്കിൽ മീഡിയം വോൾട്ടേജിൽ മാത്രം യൂസ് ചെയ്യുന്ന ഇൻസുലേറ്ററാണ് ഷാക്കിൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. യൂസ്ഡ് വേർ ലൈൻ ഈസ് ടെർമിനേറ്റിംഗ് ഓർ എ കോർണർ പോൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രാൻസ്മിഷൻ ലൈനിൽ ലോ വോൾട്ടേജ് അല്ലെങ്കിൽ മീഡിയം വോൾട്ടേജിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ ആണ് ഷാക്കിൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു. അതേപോലെ ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസുലേറ്റർ വെർട്ടിക്കൽ പൊസിഷനിലും ഹൊറിസോണ്ടൽ പൊസിഷനിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻ അതിനൊരു ഫിക്സഡ് പൊസിഷൻ ഫോളോ ചെയ്യണമെന്നില്ല. പിൻ ഇൻസുലേറ്റർ ഇങ്ങനെ വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഷാക്കിൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഷാക്കിൾ ഇൻസുലേറ്റർ. ആൻഡ് ഷാക്കിൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് അല്ലെങ്കിൽ മീഡിയം വോൾട്ടേജ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്ററാണ്. ഞാനത് സ്പെഷ്യലായിട്ട് പറയാൻ കാരണം ഇത് രണ്ടും, പിൻ ഇൻസുലേറ്റർ ആയാലും ശരി ഷാക്കിൾ ഇൻസുലേറ്റർ ആയാലും ശരി, രണ്ടും ലോ ആൻഡ് മീഡിയം വോൾട്ടേജിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റേഴ്സാണ്. ഇതേ പർപ്പസ് എടുക്കുന്ന ഹൈ വോൾട്ടേജ് ഇൻസുലേറ്റേഴ്സ് വേറെ ഉണ്ട്. അതുകൊണ്ടാണ് സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം. സോ അതിലേക്കാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ. ഒരു പിൻ ഇൻസുലേറ്ററിന് 11 kV വോൾട്ടേജിലാണ് നോർമലി നമ്മൾ പിൻ ഇൻസുലേറ്റർ യൂസ് ചെയ്യുക. 11 kVക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് വന്നു 33 kVക്ക് മുകളിൽ അല്ലെങ്കിൽ 66 kV വോൾട്ടേജുള്ള ഒരു ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ ആ ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മളൊരു പിൻ ടൈപ്പ് ഇൻസുലേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്താൽ ആ പിൻ ടൈപ്പ് ഇൻസുലേറ്ററിൻ്റെ കോസ്റ്റും ആ പിൻ ടൈപ്പ് ഇൻസുലേറ്ററിൻ്റെ കൺസ്ട്രക്ഷനും കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനിൽ പിൻ ഇൻസുലേറ്ററിൻ്റെ ഫംഗ്ഷൻ എടുക്കുന്ന ഇൻസുലേറ്റേഴ്സിനെയാണ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനുകൾ കണ്ടിട്ടുണ്ടാകും, സ്റ്റീൽ ടവർ അല്ലെങ്കിൽ വലിയ ടവറുകൾ കണ്ടിട്ടുണ്ടാകും. ഈ ടവറിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഇങ്ങനെ ഡിസ്കുകൾ ഹാങ് ചെയ്തിട്ടുണ്ടാകും. ഇതേപോലെ ഡിസ്കുകളായിട്ട് ഒരു തട്ടായിട്ട് ഒരു കോളം പോലെ അല്ലെങ്കിൽ റോ പോലെ ഇങ്ങനെ തട്ടായിട്ട് ഡിസ്ക് ടൈപ്പുള്ള അല്ലെങ്കിൽ ഡിസ്ക് ഇൻസുലേറ്റേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഡിസ്ക് ടൈപ്പിലുള്ള ഇൻസുലേറ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ. ഇതിൻ്റെ ഒരറ്റം നമ്മളുടെ പോളിലും മറ്റേ അറ്റത്ത് താഴെ ആയിരിക്കും ലൈവ് കണ്ടക്ടർ പോകുന്നത്. സോ പിൻ ഇൻസുലേറ്റർ എന്താണ് ഒരു ലോ വോൾട്ടേജ് അല്ലെങ്കിൽ മീഡിയം വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനിൽ ചെയ്യുന്നത്, അതേപോലെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷനിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസുലേറ്റേഴ്സ് ആണ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ. വേറെ ഒരു മാറ്റവും. ഇനി ഇതിൽ ഈ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററിൽ ഒരുപാട് ഡിസ്കുകൾ ഇങ്ങനെ പോലെ അറേഞ്ച് പോലെ അല്ലെങ്കിൽ ഒരുപാട് ടൈപ്പ് ചെറിയ ചെറിയ ഡിസ്ക് ഒരു സീരീസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു. ഈ ഓരോ ഡിസ്കിനും അതിനൊരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഉണ്ട്, ദാറ്റ് ഈസ് 11 kV. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് എൻ്റെ ട്രാൻസ്മിഷൻ ലൈൻ 66 kV ആണെങ്കിൽ എനിക്ക് 6 11 kV ഡിസ്ക് ഇൻസുലേറ്ററിന് സീരീസ് ആക്കി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററായി. ഏതെങ്കിലും ഒരു ഇൻസുലേറ്റർ മോയ്സ്ചർ കാരണം അല്ലെങ്കിൽ തണ്ടറിങ് കാരണം അല്ലെങ്കിൽ ലൈറ്റ്നിങ് കാരണം ക്രാക്ക് ആയാൽ, ഇവിടെയുള്ള ഈ മൂന്നാമത്തെ ഡിസ്ക് ക്രാക്ക് ആയി എന്ന് വിചാരിക്കും. ഈ മൂന്നാമത്തെ ഡിസ്ക് ക്രാക്ക് ആയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള 6 ഡിസ്ക് ഇൻസുലേറ്ററും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പർട്ടിക്കുലർ ഇൻസുലേറ്റർ മാത്രം എനിക്ക് റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ്സ് എ സെക്കൻഡ് അഡ്വാൻറ്റേജ്. തേർഡ് അഡ്വാൻറ്റേജ്, സപ്പോസ് എന്തെങ്കിലും കാരണവശാൽ ഇതേ ട്രാൻസ്മിഷൻ ലൈനിൽ എൻ്റെ ട്രാൻസ്മിഷൻ വോൾട്ടേജ് 66 നിന്നും അല്ലെങ്കിൽ ഒരു 66 നിന്ന് അടുത്ത വോൾട്ടേജ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ആ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ സസ്പെൻഷൻ ഇൻസുലേറ്ററിൻ്റെ
ഡിസൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് മാറ്റണമെന്നില്ല, ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഡിസ്കിന് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, സീരീസ് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ്സ് ദ അഡ്വാൻറ്റേജസ് ഓഫ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ. സോ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് it's like a pin insulator to hold the straight current carrying conductor or straight live conductor, but it operating, it's suitable for high voltage transmission line. So that is suspension type insulator. അതാണ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററിന്റെ മറ്റ് അഡ്വാൻറ്റേജുകളും. ഓരോ ഡിസ്ക്രിറ്റ് ഇൻസുലേറ്ററിന്റെയും ക്യാരിങ് കപ്പാസിറ്റി 11 kV ആണ്. സോ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് അനുസരിച്ച് നമുക്ക് അതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ഇൻസുലേറ്റർ ക്രാക്ക് ആയി കഴിഞ്ഞാൽ ആ ഇൻസുലേറ്ററിനെ മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റും. വോൾട്ടേജ് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇൻസുലേറ്റേഴ്സും റീപ്ലേസ് ചെയ്യാതെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദാറ്റ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ. അതേപോലെ നാലാമത്തെ ടൈപ്പ് ഇൻസുലേറ്റർ ആണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ. സ്ട്രെയിൻ ഇൻസുലേറ്റർ, ഈ സ്ട്രെയിൻ ഇൻസുലേറ്റർ 11 kV വോൾട്ടേജ് അല്ലെങ്കിൽ ലോ വോൾട്ടേജ് മീഡിയം വോൾട്ടേജിലെ ഷാക്കിൾ ഇൻസുലേറ്റർ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ഹൈ വോൾട്ടേജിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസുലേറ്റേഴ്സ് ആണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ. മീൻസ് ഹൈ വോൾട്ടേജ് ടെർമിനേഷൻ ലൈന് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് കോർണർ, ഒരു ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു ഡെഡ് എൻഡ് ഉണ്ട് അല്ലെങ്കിൽ അതിലൊരു ഷാർപ്പ് കർവ് ഉണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റേഴ്സ് ആണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഓൺലി ഫോർ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ. ഇതിന് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ സസ്പെൻഷൻ ഇൻസുലേറ്റർ ആണ് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. സസ്പെൻഷൻ ഇൻസുലേറ്ററിൻ്റെ കുറേ കപ്പാസിറ്റി, സ്ട്രെങ്ത്, ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡെപ്തിലേക്ക് പോകുന്നതിനനുസരിച്ച് പറയാം. ഇപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കിളി പറക്കും. സോ നെക്സ്റ്റ് വൺ, അഞ്ചാമത്തെ ടൈപ്പ് ഇൻസുലേറ്റർ ആണ് പോസ്റ്റ് ഇൻസുലേറ്റർ. പോസ്റ്റ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ചില ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൻ്റെ മുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് യൂസ് ചെയ്യുന്നത് ബസ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു കോമൺ വോൾട്ടേജ് പോകുന്ന അല്ലെങ്കിൽ കോമൺ വോൾട്ടേജ് ചെയ്യുന്ന ഒരു കണ്ടക്ടറിൻ്റെ പേരാണ് നമ്മൾ ബസ് എന്ന് പറയുന്നത്. ബസ്, DO ഫ്യൂസ്, ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ്. DO ഫ്യൂസ് മീൻസ് ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ്, അതല്ലെങ്കിൽ GOAB. GOAB മീൻസ് ഗ്യാങ് ഓപ്പറേറ്റഡ് എയർ ബ്രേക്ക്. ഇതിനെല്ലാം മൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റേഴ്സ് ആണ് പോസ്റ്റ് ഇൻസുലേറ്റർ. DO ഫ്യൂസ് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന് മുകളിൽ കണ്ടിട്ടുണ്ടാകും. ട്രാൻസ്ഫോമറിന് മുകളിൽ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ഓപ്പറേഷനിൽ വരുന്ന ഒരു പാർട്ടാണ് DO ഫ്യൂസ്, ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ്. ഈ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസിനെ മൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ ബസ്സസിനെ മൗണ്ട് ചെയ്യുക, അതല്ലെങ്കിൽ AB സ്വിച്ച്, GOAB സ്വിച്ചിനെ, ഗ്യാങ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള AB സ്വിച്ചിനെ മൗണ്ട് ചെയ്യുക എന്നീ പർപ്പസ് ചെയ്യുന്നതാണ് പോസ്റ്റ് ഇൻസുലേറ്റർ എന്ന് പറയുന്ന ഇൻസുലേറ്റർ ടൈപ്പ്. ഇതിന് വേറെ ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഈ ഇൻസുലേറ്റേഴ്സ് നമുക്ക് 11 kV, 22 kV, 33 kV പോലെയുള്ള ലോ വോൾട്ടേജ് അപ് ടു മീഡിയം വോൾട്ടേജ് വരെ അവൈലബിൾ ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പോസ്റ്റ് ഇൻസുലേറ്റർ. നെക്സ്റ്റ് വൺ, സ്റ്റേ ഇൻസുലേറ്റർ. നമ്മൾ ആദ്യം പറഞ്ഞ 4 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസുലേറ്റർ. ഇനി പറയുന്ന സാധനങ്ങളെല്ലാം ഓരോന്നിൻ്റെയും പേരും ആപ്ലിക്കേഷനും അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സ്റ്റേ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് സ്റ്റേ വയറിലെ ഇൻസുലേറ്ററിനാണ് സ്റ്റേ ഇൻസുലേറ്റർ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നു, സ്റ്റേ വയർ എന്താണെന്ന്. പുതിയൊരു ടേമാണ് സ്റ്റേ വയർ. സ്റ്റേ വയർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്മിഷൻ ലൈന് വെച്ചിരിക്കുന്ന പോളിനെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫിക്സ് ചെയ്യുന്ന ഒരു പീസ് ഓഫ് വയറിനെയാണ് നമ്മൾ സ്റ്റേ വയർ എന്ന് പറയുന്നത്. ഈ സ്റ്റേ വയറിന്റെ പർപ്പസ് ട്രാൻസ്മിഷൻ ലൈനിലുള്ള കണ്ടക്ടറിന്റെ ടെൻഷൻ കാരണം ഈ ട്രാൻസ്മിഷൻ പോള് ബെൻഡ് ചെയ്യുന്നത്, നമ്മളിവിടെ ലൈൻ പാസ് ചെയ്യുകയാണെങ്കിൽ ഈ റൈറ്റ് സൈഡിലേക്ക് ഈ ട്രാൻസ്മിഷൻ പോള് ബെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ട്രാൻസ്മിഷൻ ബോളിന്റെ ബെൻഡിങ് ഒഴിവാക്കാൻ വേണ്ടി അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഓപ്പോസിറ്റ് ടെൻഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പീസ് ഓഫ് വയറിനെയാണ് സ്റ്റേ വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേ വയർ എന്ന് പറഞ്ഞ ട്രാൻസ്മിഷൻ ലൈൻ പോളുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിനൊരു ഇൻസുലേഷൻ നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസുലേറ്റേഴ്സിനെയാണ് നമ്മൾ സ്റ്റേ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഇതിന് എഗ് ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് എന്നും ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കോൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ PSC അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഈ സ്റ്റേ വയറിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ ആലോചിക്കണം. ഒരു നമ്പർ, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മിനിമം 3 മീറ്റർ ഹൈറ്റിലായിരിക്കണം സ്റ്റേ ഇൻസുലേറ്റർ കൊടുക്കേണ്ടത്. മിനിമം 3 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 3 മീറ്റർ ഹൈറ്റിലായിരിക്കണം സ്റ്റേ ഇൻസുലേറ്ററിൻ്റെ ലൊക്കേഷൻ. മിനിമം ലൊക്കേഷനാണ്. സോ ദാറ്റ്സ് എ പബ്ലിക്കേഷൻ ഓഫ് സ്റ്റേ ഇൻസുലേറ്റർ. അപ്പോൾ ഈ സ്റ്റേ വയർ പറഞ്ഞ സമയത്ത് ഒരു വാക്കും കൂടെ ഞാനിതിനെ പറയുന്നു, ഇൻസുലേറ്ററായിട്ട് ബന്ധപ്പെട്ടതല്ല, ഒരു വാക്കും കൂടെ പറയാണ്, സ്റ്റർട്ട്.
സ്ട്രട്ട് അല്ലെങ്കിൽ സ്ട്രട്ട്. ഇതൊരു സ്റ്റേ ടൈപ്പാണ്. സ്റ്റേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേ ഇൻസുലേറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പോസ്റ്റിന് മുകളിൽ ഗ്രൗണ്ടിലേക്ക് വെച്ചിരിക്കുന്ന ഒരു വയർ. ഇത് ഗ്രൗണ്ടിലേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇത്തരം ഡിസ്റ്റൻസുകൾ അവൈലബിൾ അല്ലാത്ത സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്റ്റേ വയറാണ് സ്ട്രട്ട് എന്ന് പറയുന്നത്. സോ സ്ട്രട്ടിൽ ഇതാണ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ക്രോസ് എങ്കിൽ ക്രോസ് ആമിൽ നിന്ന് അഡീഷണൽ താഴെ ഒരു ചെറിയ ഒരു ക്രോസ് ആം പോലെ ഒരു മെറ്റൽ പീസ് കൊടുക്കും. ഒരു പീസ് ഓഫ് വയർ ഇവിടെ നിന്ന് ഇങ്ങോട്ടും, ഒരു പീസ് ഓഫ് വയർ പോൾസിൻ്റെ കോൺക്രീറ്റിൽ. ഈ ഒരു ടൈപ്പിലുള്ള സ്റ്റേ വയറിനെയാണ് നമ്മൾ സ്ട്രട്ട് എന്ന് പറയുന്നത്. സ്റ്റേ വയർ കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം നമ്മുടെ കയ്യിലില്ല എങ്കിൽ ആ സമയത്ത് യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് സ്ട്രട്ട്. ഇതിന് അഡീഷണൽ ആയിട്ടൊന്ന് പറഞ്ഞെന്നുള്ളൂ. ഈ പേര് ഇവിടെ കേട്ട് കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മാത്രം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റേ ഇൻസുലേറ്റർ. ഇനി ലാസ്റ്റ് പറയാനുള്ള ഒരു ഇൻസുലേറ്ററാണ് ഡിസ്ക് ഇൻസുലേറ്റർ. ഡിസ്ക് ഇൻസുലേറ്റർ. ഈ ഡിസ്ക് ഇൻസുലേറ്റർ നമ്മൾ തൊട്ട് മുമ്പ് ഒരു വാക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ? സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററിൽ. ഈ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററിൽ ഇതേപോലെ ഓരോ ഡിസ്ക് ടൈപ്പ് ആയിട്ടുള്ള ഇൻസുലേറ്റേഴ്സ് സസ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററിൻ്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. സോ ആ ഡിസ്ക് ടൈപ്പിലുള്ള ഇൻസുലേറ്റേഴ്സ് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡെഡ് എൻഡിലാണ്. ഡെഡ് എൻഡിൽ സിംഗിൾ ആയിട്ട് ഡിസ്ക് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇത് അപ് ടു 3.3 kV വോൾട്ടേജ് വരെയാണ്, ഈ ഡിസ്ക് ഇൻസുലേറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡിസ്ക് ഇൻസുലേറ്റേഴ്സ് കൺസ്ട്രക്ഷനിലെ ചെറിയ ചെറിയ വേരിയേഷൻസോട് കൂടെ പല ടൈപ്പ് ഉണ്ട്. ടങ് ടൈപ്പ്, ബെൽ ടൈപ്പ്, അതേപോലെ ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോൾഡ് ക്ലൈമറ്റ് ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പല ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. അത്ര ഡെപ്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻസുലേറ്റേഴ്സിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററിൻ്റെ നമ്പർ ഓഫ് ഡിസ്ക് അത് കുറേ ആൻസുലേഷനൊക്കെ ഉണ്ട്. അതൊരു കുറേ ഹയർ ലെവലാണ്. നമ്മൾ അത്ര ഡെപ്തിലേക്ക് നമ്മൾ വീഡിയോസ് പോകുന്ന സമയത്ത് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ വലിയ കാര്യങ്ങൾ പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് വളരെ സ്ലോലി ബേസിക് കൺസെപ്റ്റുകളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ അബൌട്ട് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ്, ലൈൻ ഇൻസുലേറ്റർ. താങ്ക് യു. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ.